1299 ഒസ്മാൻ ഒന്നാമൻ സ്ഥാപിച്ച ഒരു രാജവംശമാണ് ഓട്ടോമൻ സാമ്രാജ്യം. ഏകദേശം 600 വർഷങ്ങൾ ആ രാജവംശം നിലനിന്നു. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളായി പരന്നു കിടന്ന ഒരു വലിയ ഭൂപ്രദേശമായിരുന്നു അവരുടേത്. 1922 റിപ്പബ്ലിക് ഓഫ് ടർക്കി ആയപ്പോൾ രാജവംശം ഇല്ലാതായി. ഓട്ടോമൻ രാജവംശത്തിലെ 10ാമത്തെ സുൽത്താൻ സുലൈമാൻ്റെ കഥ പറഞ്ഞ ഒരു സീരീസാണ് മാഗ്നിഫിസൻറ്റ് സെഞ്ചുറി സുലൈമാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സീരീസ് ഇവിടെ ആരംഭിക്കുക. 1520 മനിസ. ഷേർസാദ സുലൈമാനും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഇബ്രാഹിമും പരിചാരകരും കൂടി കാട്ടിലൂടെ കുതിരപ്പുറത്ത് പോകുന്നു. ഒരിടത്തെത്തി നിന്നിട്ട് ശ്രദ്ധിക്കുന്നു. ആരൊക്കെയോ വരുന്ന ഒച്ച കേൾക്കുന്നതിനാൽ അമ്പും വില്ലും വാളുമൊക്കെ ഒരുങ്ങി നിൽക്കുന്നു. മറ്റൊരു സംഘം എതിരെ വരുന്നു. അതിൽ മുന്നേ വന്നയാൾ താഴെ ഇറങ്ങി മുട്ടുകുത്തി നിന്ന് പറയുന്നു, ഞാൻ സുലൈമാൻ ആഗ. ഗ്രാൻഡ് വിസിയർ മെഹമ്മദ് പാഷ ഷേർസാദ് സുലൈമാന് തരാനായി തന്നുവിട്ട മെസ്സേജുമായാണ് വന്നത്. ഒരു പടയാളി വന്ന് അത് വാങ്ങി ഷേർസാദ് സുലൈമാന് കൊടുക്കുന്നു. അദ്ദേഹം അത് വായിക്കുന്നു. ബാദ്ഷാ സുൽത്താൻ സലിം ഖാൻ 22 സെപ്റ്റംബർ രാത്രിയിൽ സ്വർഗാരോപിതനായി. അദ്ദേഹത്തിൻ്റെ ഏക മകനായ ഷേർസാദ് സുലൈമാൻ എത്രയും പെട്ടെന്ന് ഇസ്താംബൂളിലേക്ക് എത്തി രാജ്യഭരണം ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന കത്തായിരുന്നു അത്. അത് വായിച്ച് സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കുന്നു. സുലൈമാൻ്റെ നോട്ടം കണ്ടപ്പോൾ ഇബ്രാഹിമിന് കാര്യം മനസ്സിലായി. ഇബ്രാഹിം അപ്പോൾ തന്നെ തൻ്റെ വാളെടുത്ത് സുലൈമാന് ഔപചാരികമായി കൈമാറുന്നു. അയാൾ അത് വാങ്ങുമ്പോൾ മറ്റുള്ള പടയാളികൾ സുലൈമാനു മുന്നിൽ ബഹുമാന സൂചകമായി തല കുമ്പിടുന്നു. സെപ്റ്റംബർ ബ്ലാക്ക് സീയിലൂടെ ഒരു കപ്പൽ വരുന്നു. അതിൽ യുദ്ധത്തടവുകാരായി ഇസ്താംബൂളിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീകളും കുട്ടികളുമായിരുന്നു. എല്ലാവർക്കും ഫുഡ് വിളമ്പിയപ്പോൾ കഴിക്കാൻ കൂട്ടാക്കാതെ അലക്സാന്ദ്ര എന്നൊരു പെണ്ണ് മാത്രം മാറിയിരിക്കുന്നു. അവളുടെ ഫ്രണ്ട് മരിയ വന്ന് അവളെ ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കുന്നു. നീ ദിവസങ്ങളായി ഫുഡ് കഴിച്ചിട്ട് ഇപ്പോഴെങ്കിലും വന്ന് കഴിക്കാൻ പറയുന്നു. അപ്പോഴേക്കും അവിടുന്ന് വിളിച്ച് പറയുന്നു, അലക്സാന്ദ്ര, മരിയ വന്ന് സൂപ്പ് കുടിക്കുക. അലക്സാന്ദ്ര ഉറക്കെ പറയുന്നു, എനിക്ക് വൃത്തിയായിട്ട് ഓട്ടോമാൻ സൂപ്പ് വേണ്ട, വിശന്ന് മരിച്ചു പോയാലും പ്രശ്നമില്ല. മരിയ അവളോട് മിണ്ടല്ലേ എന്ന ആക്ഷൻ കാണിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് വന്ന് അവളെ ബലമായി പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് അവൾ ഒച്ച വയ്ക്കുന്നു. അയാൾ അവളെ അടിക്കുന്നു. അവൾ അവിടെ ഇരുന്നൊരു കത്തിയെടുത്ത് അയാളെ കുത്താൻ വരുമ്പോൾ മറ്റൊരു ഗാർഡ് വന്ന് അവളുടെ കത്തി വാങ്ങി അവളെ പിടിക്കുന്നു. മരിയ വന്ന് ക്ഷമ ചോദിക്കുന്നു. അലക്സാന്ദ്ര പറയുന്നു, എന്നെ കൊന്ന് കടലിലെറിഞ്ഞു, എനിക്കൊന്നുമില്ല. നിന്നെ ഞങ്ങളുടെ സുൽത്താൻ കൊന്നോളുമെന്ന് പറഞ്ഞ് അവളെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ട് അയാൾ പോകുന്നു. ഇസ്താംബൂൾ കൊട്ടാരത്തിൽ ഷേർസാദ് സുലൈമാൻ എത്തുന്നു. അമ്മ ഹഫ്സ ആയിഷ സുൽത്താനയെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നു. ഓട്ടോമാൻ എംപയറിൻ്റെ ഭരണവും നീതി നിർവഹണവും നന്നായി തുടരാനുള്ള അനുഗ്രഹം അള്ളാഹു നിനക്ക് തരട്ടെ എന്ന് അവർ അനുഗ്രഹിക്കുന്നു. സുലൈമാൻ്റെ അനിയത്തി ഹദീജ സുൽത്താനയും അവിടെ ഉണ്ടായിരുന്നു. അമ്മ അയാൾക്ക് വേണ്ടി ഒരുക്കിയ പുതിയ കാഫ്റ്റൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു. യാവൂസ് സുൽത്താൻ സലിം ഖാൻ്റെയും ഹഫ്സ ആയിഷ സുൽത്താനയുടെയും മകനായി 1499 ജനിച്ചു. ഒർഹാൻ, മൂസ, കൊർക്കൂട്ട് എന്നീ സഹോദരന്മാർ മഹാമാരിയിൽ മരണപ്പെട്ടു. അവരുടെ മരണത്തിൽ ഷേർസാദ് സുലൈമാൻ ഏറെ ദുഃഖിതനാണ്. 6 വയസ്സു മുതൽ റൂമി ഹോഡ്ജാസ് എന്നൊരു ഗുരുവിൻ്റെ കീഴിൽ പഠനം ആരംഭിച്ചു. പർവ്വതങ്ങളെയും നക്ഷത്രങ്ങളെയും ഏറെ ഇഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ക്ഷമ പഠിക്കാനായി ഭംഗിയുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അതിഷ്ടപ്പെട്ടു. 16-ാം വയസ്സിൽ മനിസയുടെ ഗവർണറായി. പിതാവ് സുൽത്താൻ സലിം ഖാൻ്റെ മരണശേഷം രാജ്യഭരണം ഏറ്റെടുത്ത് നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ആരംഭിക്കുന്നു. ഓട്ടോമാൻ എംപയറിലെ 10ാമത്തെ സുൽത്താനാണ് സുൽത്താൻ സുലൈമാൻ. സുൽത്താൻ സുലൈമാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിനായി എത്തിച്ചേർന്ന പാഷമാർ തമ്മിൽ സംസാരിക്കുന്നു. സുൽത്താൻ സുലൈമാനെയെങ്കിലും അപകടങ്ങളൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയാലോ, അല്ലായിരുന്നെങ്കിൽ ഈ ഓട്ടോമാൻ ഡൈനാസ്റ്റിക്ക് ദുരന്തമായേനെ, ഒരു പാഷ പറയുന്നു. സുൽത്താൻ സലിം ഖാന് മറ്റൊരു മകൻ കൂടിയുണ്ടല്ലോ, യുവൈസ്. അദ്ദേഹത്തിനെ ഇസ്താംബൂളിലേക്ക് വരാൻ വിലക്കിയിരിക്കുകയല്ലേ. അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റേൺ പ്രൊവിൻസിലുണ്ടല്ലോ. ഇപ്പോൾ ഇതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് ഒരാൾ ആ സംസാരം നിർത്തിക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ വേഷഭൂഷാദികളോടെ അങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നു. പാഷമാരെ പരിചയപ്പെടുന്നു. അവർ വന്ന് സുൽത്താൻ സുലൈമാൻ്റെ വസ്ത്രത്തിൽ ചുംബിക്കുന്നു. സുലൈമാൻ്റെ അമ്മയും പെങ്ങളും മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. സുലൈമാൻ്റെ ഉറ്റ ചങ്ങാതിയും കൂടെ എപ്പോഴുമുള്ള ഇബ്രാഹിമും ഇത് നോക്കി നിൽക്കുന്നു.
വത്തിക്കാൻ പാലസിൽ മാർപ്പാപ്പയ്ക്ക് മെസ്സേജ് കിട്ടുന്നു. സുൽത്താൻ സെലിം ഖാൻ മരിച്ചു പോയതിനാൽ അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ ഭരണമേറ്റു. ഇത് വായിച്ച മാർപ്പാപ്പ പറയുന്നു, മുസ്ലിം സിംഹം സ്ഥാനമൊഴിഞ്ഞു, ഒരാട്ടിൻകുട്ടി ഭരണമേറ്റിരിക്കുന്നു. അടിമക്കപ്പലിൽ കെട്ടിയിട്ടിരുന്ന അലക്സാന്ദ്ര അവിടെ കിടന്ന് തൻ്റെ അമ്മയെയും അനിയത്തിയെയും അച്ഛനെയും കാമുകൻ ലിയോയെയും സ്വപ്നം കാണുന്നു. അവർ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ടർക്കിഷ് പട്ടാളക്കാർ വന്ന് എല്ലാവരെയും കൊന്നതും സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് ഉറക്കെ കരയുന്നു. കുറച്ച് കഴിഞ്ഞ് കപ്പൽ ഇസ്താംബുൾ തീരത്തേക്ക് എത്തുന്നു. നമ്മൾ ഓട്ടോമാൻ നരകത്തിലേക്ക് എത്തിയോ എന്ന് പറഞ്ഞ് അലക്സാന്ദ്ര പുറത്തേക്ക് നോക്കുന്നു. കൊട്ടാരത്തിൽ സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും സംസാരിച്ചിരിക്കുന്നു. സുലൈമാൻ പറയുന്നു, നമ്മൾ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇബ്രാഹിം പറയുന്നു, വളരെ വലിയ മഹത്തായൊരു ഭാവിയാണ് ഇൻകാരം അങ്ങേക്ക് മുന്നിലുള്ളത്. അങ്ങ് അലക്സാണ്ടർ ചക്രവർത്തിയേക്കാൾ മികച്ചൊരു ചക്രവർത്തിയായി മാറും. സുൽത്താൻ്റെ ഹെറത്തിലേക്ക് പുതിയ അടിമ പെണ്ണുങ്ങളെ എത്തിച്ചു. ഹെറത്തിലെ ജോലിക്കാരിയായ നിഗാർ കാഫ പുതിയതായി വന്ന പെൺകുട്ടികളെ പരിശോധിക്കുന്നു. അവിടുത്തെ ജോലിക്കാരുടെ ഹെഡായ ദായ ഹാത്തുമും അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന സുംബുലും ഇത് നോക്കി നിൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ അവരെ നോക്കി ഓരോ കമൻസ് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അവരോട് ഒച്ച വയ്ക്കാതെ അവിടുന്ന് പോകാൻ ദായ ഹാത്തും പറയുന്നു. സുംബുൽ അവരെ വഴക്ക് പറഞ്ഞു ഓടിക്കുന്നു. വിഷമത്തോടെ അവിടെ നിസ്സഹായയായി നിന്ന അലക്സാന്ദ്രയെ മരിയ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് നമ്മൾ വിചാരിച്ച പോലെ ഭയാനകമായൊരു കോട്ടയല്ല അലക്സാന്ദ്ര. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഇനിയും കണ്ടിട്ടില്ല മരിയ, അലക്സാന്ദ്ര പറയുന്നു. സുൽത്താൻ്റെ ഹെറത്തിലേക്ക് വേണ്ട സുന്ദരികളെ തിരഞ്ഞെടുത്ത് കുളിക്കാൻ വിടുന്നു. അവരുടെ ശരീരം പരിശോധിക്കാനുള്ള ഫിസിഷ്യനോട് വരാൻ ദായ ഹാത്തും പറയുന്നു. അലക്സാന്ദ്ര അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, എനിക്കിവിടെ നിന്ന് പോകണം, ഈ പാലസ് നശിച്ചു പോകും, ഇവിടുത്തെ സുൽത്താൻ നരകത്തിലേക്ക് പോകും. അതുവഴി പോവുകയായിരുന്ന സുൽത്താൻ സുലൈമാൻ്റെ അമ്മ ഹഫ്സ ആയിഷ സുൽത്താനയും പെങ്ങൾ ഹദീജ സുൽത്താനയും ഇത് കേൾക്കുന്നു. അവിടെ എന്താണ് ബഹളം എന്ന് അവർ ചോദിക്കുന്നു. ക്രിമിയയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ പെണ്ണുങ്ങളാണെന്ന് പറയുന്നു. അവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്ന ആ പെണ്ണിനെ എൻ്റെ ചേംബറിലേക്ക് കൊണ്ടുവരാൻ അവർ പറയുന്നു. പുതിയ സുൽത്താനെ കാണാൻ ഗ്രാൻഡ് വിസിയർ പീരി മുഹമ്മദ് പാഷ വന്നിട്ടുണ്ടെന്ന് ഗേറ്റ് കീപ്പർ വന്ന് പറയുന്നു. റോയൽ ഫാമിലിക്ക് പുറത്ത് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പൊസിഷനാണ് ഗ്രാൻഡ് വിസിയർ. അയാൾ വരുമ്പോഴേക്കും അതുവരെ ഇരിക്കുകയായിരുന്ന ഇബ്രാഹിം അവിടെ എഴുന്നേറ്റ് നിന്നു. പീരി പാഷ വന്ന് ഭവ്യതയോടെ കുമ്പിട്ട് നിലത്ത് കുത്തിയിരുന്ന് സുൽത്താൻ സുലൈമാനോട് പറയുന്നു, ഞാൻ എൻ്റെ പ്രിവീസിൽ തിരിച്ചേൽപ്പിക്കാൻ വന്നതാണ്, എന്നിട്ടത് കൊടുക്കുന്നു. സുലൈമാൻ പറയുന്നു, താങ്കൾ എൻ്റെ പിതാവ് സുൽത്താൻ സെലിം ഖാൻ്റെ വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയങ്ങളിലും പങ്കുചേർന്നു. ഞാൻ അങ്ങയെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു. ഇത് കേട്ട പീരി പാഷ നന്ദി പറയുന്നു. എന്നിട്ട് സുൽത്താൻ സുലൈമാൻ്റെ വസ്ത്രത്തിൽ ചുംബിക്കുന്നു. സുൽത്താൻ സുലൈമാൻ പാർഗളി ഇബ്രാഹിമിനെ പീരി പാഷയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് ഇബ്രാഹിം എൻ്റെ വേട്ട സഹായിയായിരുന്നു. ഇനി മുതൽ ഇവൻ എൻ്റെ പ്രധാന സഹായിയായിരിക്കും. ഇത് കേട്ട ഇബ്രാഹിം സന്തോഷത്തോടെ സുലൈമാൻ്റെ വസ്ത്രത്തിൽ മുത്തുന്നു. പീരി പാഷ സംശയഭാവത്തിൽ ഇബ്രാഹിമിനെ നോക്കുന്നു. അലക്സാന്ദ്രയെ നിർബന്ധിച്ച് വലിച്ചിഴച്ച് വാലിദ സുൽത്താൻ്റെ ചേംബറിൽ എത്തിക്കുന്നു. എനിക്ക് പോണം എന്നവൾ ഉറക്കി വിളിച്ച് കരയുന്നു. എന്നെ ബലമായി പിടിച്ചുകൊണ്ടു വന്നതാണ്, എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്നവൾ വാലിദ സുൽത്താനോട് പറയുന്നു. അവർ ദേഷ്യത്തിൽ അവളോട് പറയുന്നു, നീ ഇപ്പോൾ സുൽത്താൻ സുലൈമാൻ്റെ സ്വത്താണ്, നീ മരിക്കണോ ജീവിക്കണോ എന്നത് സുൽത്താൻ സുലൈമാനും ഞാനും തീരുമാനിക്കും. ഞാൻ ആരുടെയും സ്വത്തല്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് അലറുന്നു. ഗാർഡ്സ് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ദായ ഹാത്തും പറയുന്നു, എന്നോട് ക്ഷമിക്കണം വാലിദ സുൽത്താന, ഞാൻ അവളെ ഇവിടുത്തെ മര്യാദകൾ പഠിപ്പിച്ചോളാം. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നല്ല പണിഷ്മെൻറ്റ് കൊടുത്തു, വാലിദ സുൽത്താൻ പറയുന്നു. ദായ ഹാത്തും അവരെ കുമ്പിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിലേക്ക് ഇന്ന് രാത്രി പോകാനായി ആയിഷ എന്ന പെൺകുട്ടിയെ ഒരുക്കാൻ സുംബുൽ നിഗാർ കാഫിയോട് പറയുന്നു. ആയിഷയുടെ കൂടെ നിന്നിരുന്ന പെണ്ണുങ്ങൾ അവളോട് പറയുന്നു, നീ ഭാഗ്യവതിയാണ്, സുൽത്താൻ്റെ കൂടെ കിടക്കാനുള്ള അവസരം കിട്ടിയല്ലോ, ഞാനും ഒരു ദിവസം പോകുമെന്ന് അതിലൊരു പെൺകുട്ടി പറയുന്നു. നിഗാർ കാഫ ആയിഷയെ ഒരുക്കാനായി കൊണ്ടുപോകുന്നു. സുംബുലും നിഗാർ കാഫയും കുറച്ച് സെർവൻസും കൂടി സുൽത്താൻ സുലൈമാൻ്റെ ചേംബർ ഒരുക്കുന്നു. ഇബ്രാഹിമും സുലൈമാനും കൂടി അവിടേക്ക് കടന്നു വരുന്നു. ഇവരെ കണ്ട് എല്ലാവരും കുമ്പിട്ടിട്ട് പുറത്തേക്ക് പോകുന്നു. ആയിഷയെ സുലൈമാൻ അവിടെ പിടിച്ചു നിർത്തുന്നു. നിന്റെ പേരെന്താണ്? അവൾ മുട്ടുകുത്തി നിന്ന് പറയുന്നു, ആയിഷ. സുലൈമാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അടിമുടി നോക്കുന്നു. ഇതേ സമയം പുതിയതായി വന്ന പെൺകുട്ടികളെ ഫിസിഷ്യൻ ചെക്ക് ചെയ്യുകയായിരുന്നു. ദേഹം മുഴുവൻ അവർ പരിശോധിക്കുന്നു.
അലക്സാന്ദ്രയുടെ അടുത്ത് വന്ന് അവളുടെ തുണി അഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവിടെ കിടന്ന് അലറി വിളിക്കുന്നു. ഇത് കണ്ട നിഗാർ കാഫ ഒരു പെണ്ണിനോട് ചോദിക്കുന്നു, അവളുടെ പേരെന്താണ്, എവിടുന്ന് വരുന്നു? അലക്സാന്ദ്ര, റുത്തേനിയയിൽ നിന്ന് വരുന്നു. നിഗാർ അവളെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നു. നിഗാറും ഒരിക്കൽ ഇതുപോലെ അവിടെ വന്നു പെട്ടതാണ്. ബാത്റൂമിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരാശയോടെ ഇരിക്കുകയാണ് അലക്സാന്ദ്ര. സുൽത്താൻ സുലൈമാനും ആയിഷയും ബെഡിൽ കിടക്കുന്നു. സുലൈമാൻ എണീറ്റിരുന്നു. അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് കിടന്ന ആയിഷയോട് അവിടുന്ന് പൊക്കോളാൻ സുലൈമാൻ പറയുന്നു. അവൾ അവിടുന്ന് എഴുന്നേറ്റ് അയാളെ കുമ്പിട്ടിട്ട് പോകുന്നു. സുലൈമാൻ അവിടെ ഇരുന്ന് സ്വയം പറയുന്നു, പിതാവേ, ഈ അനന്തമായ അധികാരത്തിൽപ്പെട്ട് ഒരു ക്രൂരനായ സ്വേച്ഛാധിപതിയായി മാറുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതെ അള്ളാഹു എന്നെ അനുഗ്രഹിക്കട്ടെ എന്നയാൾ സ്വയം പറയുന്നു. ഇബ്രാഹിം പുറത്തു നിന്നിരുന്നു. അവിടെ നിന്ന് അയാൾ തൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു. 1505 പാർഗിയിൽ നിന്നും ടർക്കിഷ് പട്ടാളക്കാർ ബലമായി പിടിച്ചുകൊണ്ടുവന്നത് ഓർക്കുന്നു. മനോലിസ് എന്നൊരു ഫിഷർമാൻ്റെ മകനായിരുന്നു ഇബ്രാഹിം. അവന് ഒരു ഇരട്ട സഹോദരനുമുണ്ടായിരുന്നു. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് കരയുമ്പോൾ പട്ടാളക്കാർ ബലമായി പിടിച്ചുകൊണ്ട് പോന്നു. അതോർത്ത് ഇബ്രാഹിമിൻ്റെ കണ്ണ് നിറഞ്ഞു. അയാൾ വിഷമം അടക്കാൻ ശ്രമിച്ചു. അപ്പോൾ സുലൈമാൻ അങ്ങോട്ട് വരുന്നു. ഇബ്രാഹിം പറയുന്നു, അങ്ങ് റെസ്റ്റ് എടുക്കുകയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഉറക്കം വന്നില്ല. നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്കിനി എന്താണ് വേണ്ടത്? അങ്ങ് ഇന്നെന്നെ അങ്ങയുടെ പ്രധാന സഹായിയാക്കിയില്ലേ? അത് തന്നെ എനിക്ക് വലിയൊരു ഗിഫ്റ്റാണ്. എന്നാൽ എനിക്ക് നിന്നെക്കുറിച്ചൊരാഗ്രഹമുണ്ട്. എന്താഗ്രഹം? നിനക്കൊരു ഫാമിലി ഉണ്ടാക്കാൻ സമയമായി. എനിക്കൊരു ഫാമിലി ഉണ്ട് ഇൻകാരം. അങ്ങനെ സഹോദര എന്നല്ലേ വിളിക്കാറ്? ഇനി മുതൽ ഞാൻ അങ്ങനെയല്ലേ? എനിക്കൊരു സഹോദരനെ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ തീർച്ചയായും നിന്നെ തിരഞ്ഞെടുക്കും. ഇബ്രാഹിം നന്ദിയോടെ സുൽത്താൻ സുലൈമാനെ നോക്കി ചിരിക്കുന്നു. കുളി കഴിഞ്ഞു വന്ന എല്ലാവർക്കും നൈറ്റ് ഡ്രസ്സ് ഇടാൻ കൊടുക്കുന്നു. അലക്സാണ്ടർ അതെടുത്ത് ദേഷ്യത്തിൽ വലിച്ചെറിയുന്നു. ദായ ഹാത്തും അവളോട് അതെടുത്ത് ഉടുക്കാൻ പറയുമ്പോൾ അവൾ അവരെ ദേഷ്യത്തിൽ നോക്കുന്നു. നിഗാർ കാഫ പിറകിലൂടെ വന്ന് അവളെ അടിച്ച് നിലത്തിടുന്നു. ദായ ഹാത്തും പറയുന്നു, ഇനി ആരോടും ഞാൻ ദയ കാണിക്കില്ല. നല്ല പണിഷ്മെൻറ്റ് തരും. ഇവിടെയുള്ള എല്ലാവരും സുൽത്താൻ സുലൈമാൻ്റെ സ്വത്താണ്. എല്ലാവരും ബാദ്ഷ സുൽത്താൻ സുലൈമാൻ്റെ അമ്മ ഹഫ്സ ആയിഷ സുൽത്താനെ ബഹുമാനത്തോടെ കാണണം. അവരിവിടെ അടിമയായി വന്നതല്ല. ഹഫ്സ സുൽത്താൻ ഖാൻ ഓഫ് ക്രിമിയ ഗിരായിയുടെ മകളാണ് എന്ന് പറഞ്ഞ് ദായ ഹാത്തും പോകുന്നു. നിഗാർ കാഫ അലക്സാന്ദ്രയെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് പറയുന്നു, ഞങ്ങളെല്ലാവരും ഇവിടെ അടിമകളായി വന്നതാണ്. ഇവിടെ നിന്ന് എല്ലാം പഠിച്ച് ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്താൽ നിനക്കും ഇവിടുത്തെ സുൽത്താനെയാവും. ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും സുൽത്താൻ സുലൈമാന് വേണ്ടി കൊണ്ടുവന്നതാണ്. സുൽത്താൻ നിന്നെ തിരഞ്ഞെടുത്താൽ, സുൽത്താനെ സന്തോഷിപ്പിച്ച് കൂടെ നിൽക്കാൻ പറ്റിയാൽ, അദ്ദേഹത്തിൻ്റെ ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ നീ ഇവിടുത്തെ ഹസേക്കി സുൽത്താനെയാവും. നിനക്ക് ഈ ലോകം തന്നെ ഭരിക്കാനാവും. ഇത് കേട്ട അലക്സാന്ദ്ര ഒന്ന് അടങ്ങുന്നു. അവൾ തിരിച്ചുപോയി ഡ്രസ്സ് എടുത്തിടുമ്പോൾ മരിയ വന്ന് ചോദിക്കുന്നു, അവർ എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ പോയി കിടക്കുന്നു. അവിടെ കിടന്ന് ആലോചിക്കുന്നു. അവളുടെ കയ്യിലൊരു കുരിശുമാല ഉണ്ടായിരുന്നു. റഷ്യയിലെ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റിൻ്റെ മകളാണ് അലക്സാന്ദ്ര. രാത്രിയിൽ അവൾ മാതാപിതാക്കളെയും അനിയത്തിയെയും സ്വപ്നം കാണുന്നു. അവരെ 3 പേരെയും ഓട്ടോമാൻ പട്ടാളക്കാർ വധിച്ചിരുന്നു. എനിക്കും മരിക്കണം, നിങ്ങളോടൊപ്പം വരണം എന്നവൾ പറയുന്നു. അമ്മ പറയുന്നു, നിനക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞങ്ങളോടൊപ്പം വരാൻ പറ്റില്ല. ലിയോ എവിടെ? അവനും ഞങ്ങളോടൊപ്പം വരാൻ സാധിക്കില്ല. അവൾ പൊട്ടിക്കരയുന്നു. കരച്ചിൽ കേട്ട് മരിയ അവളെ വിളിച്ചുണർത്തുന്നു. സുൽത്താൻ സുലൈമാൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഇബ്രാഹിം പോയി അവിടുത്തെ മെഴുകുതിരി കെടുത്തുന്നു. സുൽത്താനെ ഒന്ന് നോക്കിയിട്ട് അയാളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുന്നു. എൻ്റെ 10ാം വയസ്സിൽ പാർഗയിൽ നിന്ന് എന്നെ ബലമായി പിടിച്ചുകൊണ്ട് വന്ന് മതം മാറ്റി ഇവിടെ താമസിപ്പിച്ചു. ഇനി എന്നെങ്കിലും എനിക്ക് അങ്ങോട്ടേക്ക് മടങ്ങാനാവുമോ? എന്നും മതം മാറി വന്ന ഒരാളായി ഞാൻ ഇവിടെ തന്നെ തുടരുമോ? സുൽത്താൻ സുലൈമാൻ ബാദ്ഷയായി ചുമതലയേറ്റതിൻ്റെ ആദ്യ ദിനമായിരുന്നു. ആഗമാർ സുൽത്താൻ സുലൈമാനെ വസ്ത്രങ്ങൾ അണിയാൻ സഹായിക്കുന്നു. സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു, ആദ്യം അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി തുടങ്ങാം. ഇബ്രാഹിം സുലൈമാൻ്റെ കൂടെ ഹെറത്തിൻ്റെ വാതിൽ വരെ പോകുന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്നു. അകത്തേക്ക് അന്യപുരുഷന്മാർക്ക് പ്രവേശനമില്ല. അടിമകളായി വന്ന പെൺകുട്ടികൾ അവിടെ ഇരുന്ന് ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ദായ ഹാത്തും വന്ന് അവർക്ക് അവിടുത്തെ ചട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നിന്നാൽ ഇവിടെ സ്വർഗമായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു നരകമായിരിക്കും, സുംബുൽ പറയുന്നു. സുൽത്താൻ സുലൈമാൻ വാലിദ സുൽത്താൻ്റെ അനുഗ്രഹം വാങ്ങാനെത്തി. വാലിദ സുൽത്താന ചോദിക്കുന്നു, മാഹി ദേവരാനും എൻ്റെ കൊച്ചുമകൻ മുസ്തഫയും എപ്പോൾ വരും?
അവർക്കുള്ള ചേമ്പറൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർ മനിസയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് വാലിദ, സുലൈമാൻ പറയുന്നു. മനിസയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന മാഹിദേവരാൻ സുൽത്താനെയും ഷഹസാദ മുസ്തഫയെയും കാണിക്കുന്നു. മാഹിദേവരാൻ സുൽത്താൻ മനിസയിൽ വെച്ച് സുലൈമാനോടൊപ്പം കഴിഞ്ഞ റൊമാൻറ്റിക് നിമിഷങ്ങൾ ഓർക്കുന്നു. സുലൈമാൻ ഒരു പച്ച മരതക മോതിരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാഹിദേവരാൻ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഷഹസാദ മുസ്തഫ ചോദിക്കുന്നു, നമ്മൾ എപ്പോൾ എത്തും? ഇപ്പോൾ തന്നെ എത്തും. എനിക്ക് ബാബയെയും ഇബ്രാഹിമിനെയും കാണാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നു. എല്ലാവരും മുസ്തഫ വരാനായി അവിടെ കാത്തിരിക്കുകയാണ്. ബാബ, ഇബ്രാഹിം, ഹഫ്സ സുൽത്താന, ഹദീജ സുൽത്താന, എല്ലാവരും. നമ്മളിപ്പോൾ തന്നെ എത്തും. മനിസയിലെ പാലസിനേക്കാൾ വലിയ പാലസാണോ അവിടെ? അതെ, ടോപ്പ് കാപ്പി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാലസാണ്. മുഴുവൻ ഗോൾഡും ഡയമണ്ട്സും ആണ് അവിടെ, മാഹിദേവരാൻ പറയുന്നു. കുറച്ച് പെണ്ണുങ്ങൾ മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കുന്നത് കണ്ട് അലക്സാന്ദ്ര അവരെ നോക്കുന്നു. നിഗാർ കാഫ വന്ന് പറയുന്നു, അത് സുൽത്താൻ സുലൈമാൻ്റെ ഫേവറേറ്റ് ആയ പെണ്ണുങ്ങൾക്കുള്ള സ്ഥലമാണ്. അവിടെ താമസിക്കുന്നവർക്ക് സുൽത്താൻ്റെ ബെഡ്റൂമിലേക്ക് ഗോൾഡൻ വേയിലൂടെ പോകാം. സുൽത്താനെ സന്തോഷിപ്പിക്കുന്നവർക്ക് അവിടെ താമസിക്കാനാവും. അലക്സാന്ദ്ര അവിടെ നിന്നിരുന്ന ആയിഷയെ നോക്കി കൈപൊക്കി കാണിക്കുന്നു. ആയിഷ അത് കണ്ട് ദേഷ്യത്തിൽ മുഖം തിരിക്കുന്നു. ട്രെയിനിങ്ങിനായി കൊണ്ടുവന്ന പെണ്ണുങ്ങളെല്ലാം വരാന്തയിൽ നിൽക്കുമ്പോൾ സുൽത്താൻ സുലൈമാൻ അതുവഴി പാസ് ചെയ്യുന്നു. സുൽത്താൻ വരുമ്പോൾ എല്ലാവരും ബഹുമാനത്തോടെ തല കുമ്പിട്ട് നിൽക്കണം. എല്ലാവരും അങ്ങനെ നിൽക്കുന്നു. സുൽത്താൻ പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അലക്സാന്ദ്ര സുൽത്താൻ സുലൈമാൻ എന്ന് ഉറക്കി വിളിക്കുന്നു. അവളുടെ പെട്ടെന്നുള്ള വിളി കേട്ട് ഇബ്രാഹിമും ദായ ഹാത്തൂമും സുംബുലും എല്ലാവരും പകച്ചു നിന്നു പോകുന്നു. സുലൈമാൻ ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ തല കറങ്ങി വീഴുന്ന പോലെ അയാളുടെ ദേഹത്തേക്ക് വീഴുന്നു. അയാൾ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് റെസ്റ്റ് എടുക്കാൻ പറയുന്നു. അവളുടെ സൗന്ദര്യം കണ്ട് അയാൾ ഒരു നിമിഷം എല്ലാം മറന്നു പോകുന്നു. നേരെ പോകുമ്പോൾ ഇബ്രാഹിം പുറകിൽ നിന്ന് വിളിക്കുന്നു, ഇൻക്യാരം, ഓഡിയൻസ് ചേംബർ ഈ വഴിയാണ്. സുലൈമാൻ തിരികെ നടന്ന് ആ വഴി പോകുന്നു. ദായ ഹാത്തൂമും സുംബുലും ചേർന്ന് അവളെ വെള്ളം തളിച്ച് എണീപ്പിക്കുന്നു. അവളുടെ ആക്ടിങ് കണ്ട് അവർ പരസ്പരം നോക്കി ചിരിക്കുന്നു. എന്നിട്ട് ദായ ഹാത്തൂം ചോദിക്കുന്നു, തല കുനിച്ച് നിൽക്കണം, നേരെ നോക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? നീ നോക്കുക മാത്രമല്ല സുൽത്താൻ്റെ പേര് വിളിക്കുകയും ചെയ്തു. നിനക്കുള്ള പണിഷ്മെൻറ്റ് ഞാൻ പിന്നെ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ പോകുന്നു. അലക്സാണ്ടർ മരിയോട് പറയുന്നു, അദ്ദേഹം സുന്ദരനാണല്ലേ? മരിയ ചോദിക്കുന്നു, നീ എല്ലാവരും കളിപ്പിക്കുകയായിരുന്നല്ലേ? ഇന്ന് രാത്രി നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? മരിയ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. സുൽത്താൻ സുലൈമാനോടൊപ്പം ഇബ്രാഹിമും ഓഡിയൻസ് ചേംബറിലേക്ക് ചെല്ലുന്നത് കണ്ട പാഷമാർ അടക്കം പറയുന്നു. ഇൻക്യാരം പാർഗളി ഇബ്രാഹിമിനെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കൺവേർട്ടായി വന്ന ഒരാളെ എങ്ങനെ അദ്ദേഹം സഹായിയായി വയ്ക്കുന്നത്? ഒരാൾ ഗ്രാൻഡ് വിസിയർ പീരി മുഹമ്മദ് പാഷയോട് ചോദിക്കുന്നു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത് എതിർക്കാത്തത്? നിങ്ങൾ വലിയ കുടുംബത്തിൽ നിന്നുള്ളവരല്ലേ, നിങ്ങൾക്കും എതിർക്കാം, പീരി പാഷ പറഞ്ഞു. അപ്പോഴേക്കും സുൽത്താൻ സുലൈമാൻ അവിടേക്ക് എത്തുന്നു. ആ കൂട്ടത്തിൽ നിന്നും ഹസൻകാര എന്നൊരു പാഷയോട് സുലൈമാൻ പറയുന്നു, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നില്ലേ? എനിക്ക് താങ്കളോട് അല്പസമയം ഒറ്റയ്ക്ക് സംസാരിക്കണം. ഹസൻകാര പാഷയും സുൽത്താൻ സുലൈമാനും അകത്തേക്ക് കയറിപ്പോകുന്നു. ഇബ്രാഹിമും മറ്റ് പാഷമാരും പുറത്തു നിന്നു. അഹമ്മദ് പാഷ ഇബ്രാഹിമിനടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് പെട്ടെന്ന് തന്നെ സ്ഥാനക്കയറ്റം കിട്ടുമല്ലോ. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ 4 മഹത്തായ സീലുകളിലൊന്ന് നിൻ്റെ കയ്യിൽ താമസിയാതെ വന്നെത്തുമല്ലോ. ഇൻക്യാര അങ്ങനെ തീരുമാനിച്ചാൽ തീർച്ചയായും എത്തും പാഷ. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രജകളല്ലേ. അഹമ്മദ് പാഷ പിറുപിറുക്കും പോലെ പറഞ്ഞുകൊണ്ട് പോന്നു. നമ്മൾ നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചില്ലെങ്കിൽ കൺവേർട്ടായി വന്നവരൊക്കെ നമ്മളെ ഭരിക്കും. സുൽത്താൻ സുലൈമാൻ ഹസൻകാര പാഷയോട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അന്ത്യനാളുകളെക്കുറിച്ച് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, സുൽത്താൻ സലീം ഖാൻ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് താങ്കളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. മരണസമയത്ത് അങ്ങയുടെ പേര് വിളിച്ചു. പിന്നെ ഗ്രീക്കിലെ റോഡസ് എന്ന സ്ഥലത്തേക്ക് പോയി അവിടേക്ക് പിടിച്ചടക്കാതെ റെസ്റ്റ് ഇല്ലാന്ന് സുൽത്താൻ സലീം ഖാൻ പറയുമായിരുന്നു. സുൽത്താൻ സുലൈമാൻ ചോദിക്കുന്നു, കാഫറാഗിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അയാൾ വിശ്വാസവഞ്ചന കാണിച്ചതായി ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് കേട്ട് അയാൾ തല കുനിച്ചു. പാവപ്പെട്ട ആളുകളോട് അയാൾ മോശമായി പെരുമാറുന്നുണ്ടെന്ന് മനിസയിൽ വെച്ച് ഞാൻ അറിഞ്ഞിരുന്നു. ഇതാണോ ഓട്ടോമാൻ ഡൈനാസ്റ്റിയുടെ നീതി? സുൽത്താൻ സുലൈമാൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. ഹസൻകാര പാഷ പറയുന്നു,
അങ്ങ് എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. അതെ, എനിക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇതേ സമയം കാഫറാഗിയെ കാണിക്കുന്നു. ഈജിപ്തിൽ നിന്നുള്ള ടാക്സ് എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു അയാൾ. 20,000 സിൽവർ കോയിൻ കുറവുണ്ടെന്ന് എണ്ണിയ ആൾ പറയുന്നു. ഞങ്ങളുടെ കയ്യിൽ ഇനി ഒന്നും വിൽക്കാനില്ല. ഇനി കാഫറാഗ വന്ന് ഞങ്ങളുടെ ജീവൻ എടുക്കട്ടെ എന്നാണ് അവർ പറയുന്നത് എന്ന് അയാൾ പറഞ്ഞു. കാഫറാഗ അയാളോട് പറയുന്നു, ഒന്നുകൂടി പോയി ചോദിക്കൂ. തന്നില്ലെങ്കിൽ രാത്രി പോകൂ. അവിടെ തീയിട്ട് നശിപ്പിക്കുക. എന്നിട്ട് കോർട്ടിൽ പോയി അവിടെയെല്ലാം തീ പിടിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യും. പാഷമാരെ അകത്തേക്ക് വിളിക്കുന്നു. അവർ കൗൺസിൽ മീറ്റിങ്ങിന് കയറി കഴിയുമ്പോൾ ഇബ്രാഹിം പുറത്തു നിന്നും ആ റൂമിലേക്ക് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നു. ഗേറ്റ് കീപ്പർമാർ ഡോർ അടച്ചു. സുലൈമാൻ ട്രഷററോട് ഇപ്പോൾ ട്രഷറിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. സുൽത്താൻ സലിം ഖാന് നന്ദി, അയാൾ പറഞ്ഞു. എൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ പണം പട്ടാളക്കാർക്ക് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം, സുലൈമാൻ പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മാപ്പ് കാണിച്ചുകൊണ്ട് സുലൈമാൻ പറയുന്നു, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരണം. നമ്മൾ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടെറിട്ടറി ആവില്ല. റോം ഉൾപ്പെടെ യൂറോപ്യൻ നാടുകളെല്ലാം പിടിച്ചടക്കും. ഇതൊക്കെ കേട്ടുകൊണ്ട് ഇബ്രാഹിം പുറത്തു നിന്നിരുന്നു. ഹെറത്തിൽ പുതിയതായി വന്ന പെൺകുട്ടികളെ അവിടുത്തെ ചട്ടങ്ങൾ ഗുലാഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഗോസിപ്പ് പാടില്ല, ഗ്രൂപ്പിസം പാടില്ല, ആണുങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സുംബുൽ വന്ന് ഗുലാഗയെ വിളിക്കുന്നു. അയാൾ പോകുമ്പോൾ അലക്സാന്ദ്ര കളിയായി പറയുന്നു, ആണുങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെന്താ ഇവിടെ? നിഗാർ കാഫ പറയുന്നു, അവർ ആണുങ്ങളല്ല, ഷണ്ടന്മാരാണ്. അലക്സാന്ദ്ര അവരെ ആശ്ചര്യത്തോടെ നോക്കുന്നു. ഗുലാഗ വന്ന് അവർക്കുള്ള പുതിയ ഡ്രസ്സ് തയ്ക്കാൻ ടൈലർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. രാത്രിയിൽ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ മരിയ ആയിഷയെ കാണിച്ചിട്ട് അലക്സാന്ദ്രയോട് റഷ്യൻ ഭാഷയിൽ പറയുന്നു, ആ സുന്ദരിയായ പെണ്ണിനെ നോക്ക്, അവളാണ് സുൽത്താൻ സുലൈമാൻ്റെ പെണ്ണ്. അവൾ ആയിഷയെ നോക്കുന്നു. നിഗാർ കാഫ എന്ന് പറയുന്നു, ഇവിടെ റഷ്യൻ ഭാഷ സംസാരിക്കാൻ പാടില്ല, ടർക്കിഷ് മാത്രം. ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ആയിഷയുടെ അടുത്ത് ചെന്ന് അലക്സാന്ദ്ര ചോദിക്കുന്നു, സുൽത്താൻ സുലൈമാൻ എങ്ങനെയുള്ള ആളാണ്? നീ പ്രഗ്നൻ്റ് ആയോ? ആയിഷ പറയുന്നു, അദ്ദേഹം സുന്ദരനാണ്, ദയാലുവാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ എന്നതാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് വളരെ സുന്ദരിയായൊരു ഭാര്യയുണ്ട്, മാഹിദേവരൻ സുൽത്താന. അവർക്കൊരു കുഞ്ഞുമുണ്ട്, ഷേസാദ മുസ്തഫ. മാഹിദേവരൻ സുൽത്താന മനിസയിൽ നിന്നും ഉടനെ എത്തും. ആയിഷ പോയി കഴിയുമ്പോൾ അലക്സാന്ദ്ര അത് ആലോചിച്ച് നിൽക്കുന്നു.